ശിവപുരാണം ഒരു കഥയല്ല, ഒരു ആത്മീയ വിളിയാണ്. മനുഷ്യന്റെ ഉള്ളിലേക്ക് തുറക്കുന്ന ദിവ്യവാതിൽ. ജ്ഞാനം തുള്ളിയായി സ്വീകരിക്കുമ്പോൾ അത് അമൃതമാകും. ശിവതത്വം നമ്മെ നമ്മളിലേക്ക് തന്നെ നയിക്കുന്ന പ്രകാശം. ശാന്തി ശരീരത്തിൽ അല്ല, മനസ്സിൽ ആരംഭിക്കുന്നു. ഒരു പേജ്, ഒരു സന്ദേശം, ഒരു മാറ്റം. ഇന്ന് ഈ ദിവ്യയാത്രയുടെ ആദ്യ ചുവടുവെപ്പ്. ശിവപുരാണം നമ്മെ നമ്മളിലേക്ക് തന്നെ നയിക്കുന്ന ഒരു ദീപമാണ്. ഇപ്പോൾ നാം ശിവപുരാണത്തിന്റെ ആദ്യ ദിവ്യസന്ദേശത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് നാം കാണാൻ പോകുന്നത് ശിവപുരാണം എന്താണ്, എന്തുകൊണ്ട് അത് മനുഷ്യന്റെ ഉള്ളിലേക്ക് നേരിട്ട് സംസാരിക്കുന്നു, എന്താണ് അതിന്റെ മഹത്വം. ശിവപുരാണം ഒരു പുസ്തകമല്ല, അത് ഒരു ദിവ്യാനുഭവമാണ്. മനുഷ്യന്റെ ഉള്ളിലെ നിശ്ശബ്ദതയെ സ്പർശിക്കുന്ന ഒരു ആത്മീയ സ്പന്ദനം. പുരാണങ്ങൾ പലതുണ്ട്, പക്ഷേ ശിവപുരാണം മാത്രം മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു ദീപം തെളിയിക്കുന്നു. ശിവപുരാണം ഈ ചോദ്യങ്ങൾ നമ്മോട് ചോദിക്കുന്നു: നീ ആരാണ്? നിന്റെ ശരീരം, നിന്റെ ചിന്തകൾ, അല്ലെങ്കിൽ അതിനപ്പുറം എന്തോ? മഹാദേവനെ അറിയുക എന്നാൽ സ്വയം അറിയുന്നതാണ്. മഹാദേവൻ ഒരു രൂപമോ പ്രതിമയോ അല്ല. അവൻ ഒരു ദേവാലയത്തിലെ സാന്നിധ്യമല്ല. സൃഷ്ടിക്കും മുമ്പുള്ള നിശ്ശബ്ദത, ലയത്തിനു ശേഷമുള്ള ശാന്തി, നമ്മുടെ ഉള്ളിലെ സാക്ഷി. ഇതെല്ലാമാണ് മഹാദേവൻ. ചുരുക്കി പറഞ്ഞാൽ, ശാന്തി പുറത്തല്ല, ഉള്ളിലെ നിശ്ശബ്ദതയിലാണ് ലഭിക്കുക. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം, ആത്മീയ യാത്രയുടെ തുടക്കം. ഇന്ന് നമ്മൾ ഒരു ചെറിയ ആത്മീയ യാത്ര ആരംഭിക്കുന്നു. ഇത് ഒരു പരമ്പരയോ വെല്ലുവിളിയോ സ്ഥിരം ചെയ്യേണ്ട കാര്യമോ അല്ല. ഇത് ഒരു ആത്മസാധനയാണ്. ഓരോ വലിയ വീഡിയോയിലും യോഗ ആരംഭിക്കുന്നതിന് മുൻപ് നമുക്ക് ഒരു പേജ് വീതം ശിവപുരാണം പാരായണം ചെയ്യാം. എന്തുകൊണ്ട് ഒരു പേജ് എന്ന് പറഞ്ഞത്? കാരണം എന്തെന്നാൽ, ജ്ഞാനം ഒരുമിച്ച് കുടിച്ചാൽ അത് ഭാരമാകും. പക്ഷേ തുള്ളി തുള്ളിയായി കുടിച്ചാൽ അത് അമൃതാകും. ദൈവധ്യാനം വേഗത്തിൽ അല്ല, ആഴത്തിലാണ് അത് സ്വീകരിക്കേണ്ടത്. ശിവപുരാണം വായിക്കുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു, ഹൃദയം തുറക്കുന്നു, ചിന്തകൾ ശുദ്ധമാകുന്നു. ശിവപുരാണം ഒരു കഥയല്ല, അത് ഒരു അനുഭവമാണ്, ഒരു പരിവർത്തനമാണ്, തന്റെ ഉള്ളിലേക്കുള്ള ഒരു യാത്രയാണ്. ഇനി നമുക്ക് അടുത്ത സത്യത്തിലേക്ക് നമുക്ക് നീങ്ങാം, ശിവതത്വത്തിന്റെ ആഴം. മഹാദേവൻ ആരാണ്? അവൻ ഒരു യോഗിയാണ്, നർത്തകനാണ്, സന്യാസിയാണ്, ഗൃഹസ്ഥനാണ്, ഗുരുവാണ്, സൃഷ്ടികർത്താവാണ്, സംഹാരകനാണ്. മഹാദേവൻ എന്നാൽ പരമവിരുദ്ധങ്ങളുടെ സമന്വയമാണ്. അവൻ ശ്മശാനത്തിൽ ഇരിക്കുന്നു, പക്ഷേ ലോകത്തെ രക്ഷിക്കുന്നു. അവൻ വിഷം കുടിക്കുന്നു, പക്ഷേ അമൃത് നൽകുന്നു. അവൻ നിശബ്ദനാണ്, പക്ഷേ അവന്റെ നൃത്തം പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്നു. മഹാദേവൻ വിരുദ്ധങ്ങളെ ഇല്ലാതാക്കുന്നില്ല, അവയെ ഏകീകരിക്കുന്നു. ശിവതത്വം നമ്മോട് പഠിപ്പിക്കുന്നത്, ജീവിതം ഒരു യുദ്ധമല്ല, ജീവിതം ഒരു നൃത്തമാണ്. നമ്മുടെ സന്തോഷവും ദുഃഖവും, വിജയവും പരാജയവും, പ്രകാശവും ഇരുട്ടും, ഇവയെല്ലാം ഒരേ നൃത്തത്തിന്റെ ഭാഗങ്ങൾ. ജീവിതത്തെ സ്വീകരിക്കുമ്പോൾ ദൈവം പ്രത്യക്ഷപ്പെടുന്നു. ഇനി കഥയുടെ അടുത്ത പടിയിലേക്ക്, മനുഷ്യന്റെ ഉള്ളിലെ ദീപം. ശിവപുരാണം നമ്മോട് പറയുന്നു, നിന്റെ ഉള്ളിൽ ഒരു ദീപമുണ്ട്. അത് തെളിയിക്കണം, അത് സംരക്ഷിക്കണം, അത് ലോകത്തെ പ്രകാശിപ്പിക്കും. ഈ ദീപം എന്താണ്? ഈ ദീപം വിശ്വാസം, ശാന്തി, ധൈര്യം, സമർപ്പണം, സ്നേഹം ഇവയെ സൂചിപ്പിക്കുന്നു. പുറത്ത് എത്ര ഇരുട്ടുണ്ടായാലും ഈ ദീപം തെളിഞ്ഞാൽ നമ്മൾ വഴിതെറ്റുകയില്ല. വിശ്വാസം ഒരിക്കൽ തെളിഞ്ഞാൽ അത് ഒരിക്കലും അണയുകയില്ല. ശിവപുരാണം നമ്മെ പഠിപ്പിക്കുന്നത് എന്തെന്നാൽ, ദൈവത്തെ കണ്ടെത്താൻ പർവ്വതങ്ങളിലേക്ക് പോകേണ്ടതില്ല, ദൈവം നമ്മുടെ ഉള്ളിലാണ് ഉള്ളത്. നമ്മുടെ ഓരോ ശ്വാസത്തിലും നിശ്ശബ്ദതയിലും ഉണ്ട്. ദൈവം ദൂരെയല്ല, നമ്മൾ തിരിഞ്ഞുനോക്കാത്തതുകൊണ്ടാണ് ദൂരം തോന്നുന്നത്. ഇനി നാം അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം, ഈ യാത്രയുടെ ലക്ഷ്യം. ഈ യാത്രയുടെ ലക്ഷ്യം ഒരു പുസ്തകം വായിക്കുകയോ കഥ കേൾക്കുകയോ ശ്ലോകം മനപാഠമാക്കുകയോ അല്ല. ഇതിന്റെ ലക്ഷ്യം നമ്മളെ നമ്മളിലേക്ക് തന്നെ തിരിച്ചുകൊണ്ടുവരിക എന്നതാണ്.
ശിവപുരാണം നമ്മെ പഠിപ്പിക്കുന്നത് നീ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ ഒരു ജീവിതം മുഴുവൻ വേണ്ടിവരും. പക്ഷേ ഈ യാത്രയിൽ ഓരോ ദിവസവും നമ്മൾ ഒരു ചുവടുവെപ്പ് മുന്നോട്ട് വയ്ക്കും. ആത്മീയ യാത്ര ലക്ഷ്യത്തിലെത്തുന്നതല്ല, വഴിയിലൂടെ മാറുന്നതാണ്. ഇന്നത്തെ ശിവപുരാണ പാരായണവും പൂർണ്ണ യോഗ സെഷനും പ്രധാന വീഡിയോയിൽ ലഭ്യമാണ്.